ജലബന്ധാര പദ്ധതിയുടെ ഭാഗമായി കരിമ്പുഴപ്പുഴയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തടയണയ്ക്ക് പഞ്ചായത്ത് എതിരല്ലെന്ന് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി. കർഷകരുടെ ആശങ്ക മുൻനിർത്തി തടയണ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന തീരുമാനം ഐക്യകണ്ഠേനയാണ് പഞ്ചായത്ത് എടുത്തതെന്നും പ്രസിഡന്റ് പറഞ്ഞു. പദ്ധതിയെ തങ്ങൾ എതിർക്കുന്നുവെന്ന പ്രചരണം കർഷകരും തള്ളി. കരിമ്പുഴപ്പുഴയിലെ വെള്ളിലംകടവിൽ മുൻ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവന്ന തടയണ പദ്ധതി പുതിയ ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി മുൻ പ്രസിഡന്റ് KM ഹനീഫ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ചില സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വഴങ്ങി പദ്ധതി പഞ്ചായത്ത് ഭരണസമിതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു KM ഹനീഫ മലബാർ ന്യൂസിനോട് പറഞ്ഞത്. എന്നാൽ പദ്ധതിക്കായി നിശ്ചയിച്ച സ്ഥലം മാത്രമാണ് നിലവിൽ പ്രശ്നമായിട്ടുള്ളതെന്ന് നിലവിലെ പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. കർഷകരുടെ കൃഷി നശിക്കുന്ന രീതിയിൽ നിർമ്മാണം നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാകും. തടയണ നിലവിലുള്ള സ്ഥലത്ത് നിന്നും അല്പം മുകളിലേക്കോ അല്ലെങ്കിൽ താഴ്ന്ന ഭാഗത്തേക്കോ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ കർഷകരുടെ ആശങ്കയ്ക്ക് പരിഹാരമാകും. ഈയൊരു തീരുമാനമാണ് ഭരണസമിതി എടുത്തതെന്നും പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. തോട്ടര കാഞ്ഞരായി കടവ് ജലബന്ധാരയുമായി ബന്ധപ്പെട്ട് 2-3 ദിവസമായി പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഇതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കരിമ്പുഴ പഞ്ചായത്തിലെ ജലബന്ധാര വരുന്നതിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഒരു തടസ്സവുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് സ്ഥലം നിർദ്ദേശിച്ചതിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഒരു തോട് വന്ന് ചേരുന്നതിൻ്റെ ഭാഗത്താണ് ഈ ജലബന്ധാര സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലുള്ള കർഷകർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ്. അത് ആ തടയണ കർഷകർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ അത് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് കണ്ടുകൊണ്ട് അത് മുകളിലേക്കോ അല്ലെങ്കിൽ നേരെ താഴോട്ടോ അത് മാറ്റി സ്ഥാപിക്കണം എന്നുമാണ് കരിമ്പുഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഈ ജലബന്ധാര വരുന്നതിൽ ഭരണസമിതിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അത് വരണം എന്ന് തന്നെയാണ്. പക്ഷെ അത് സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കർഷകരോട് വിളിച്ച് ചോദിച്ച് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പദ്ധതിയെ തങ്ങൾ എതിർക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഉപജീവന മാർഗമായ കൃഷി സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യം മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും കർഷകരും മലബാർ ന്യൂസിനോട് പറഞ്ഞു. നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനത്ത് തടയണ നിർമ്മിച്ചാൽ കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാനും വ്യാപകമായ കൃഷിനാശമുണ്ടാകാനും സാധ്യതയുണ്ട്. ഇവിടെ പദ്ധതി നടപ്പാക്കണമെന്ന് പറയുന്നവർ സ്ഥലം നേരിട്ട് വന്ന് കാണണമെന്നും കർഷകർ പറഞ്ഞു. ഈ തടയണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൃഷിയെ ബാധിക്കൂ എന്നുള്ളൊരു പ്രശ്നമാണ്. അതായത് ഈ താഴ്ന്ന പ്രദേശമായതുകൊണ്ടും ഈ തോട് മുകളിൽ നിന്ന് വരുന്നതുകൊണ്ടും അതിൽ മഴക്കാലത്ത് വരുന്ന വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പുഴയ്ക്ക് ഇറങ്ങി പോകാൻ കഴിയില്ല. അപ്പോൾ ആ വെള്ളം മുഴുവൻ പാടത്ത് നിന്ന് ആഴ്ചകളോളം ഇപ്പം തന്നെ നിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളത്. ഈ തടയണ വരും കൂടെ ചെയ്താൽ ഞങ്ങൾക്കത് ഒരു ദിവസം നിൽക്കുന്നത് എന്നുള്ളത് 4 ദിവസം 5 ദിവസമൊക്കെ നിൽക്കും എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രസിഡന്റിനെ കാര്യങ്ങൾ അറിയിപ്പിച്ചിട്ട് പ്രസിഡന്റ് ഈ കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെയും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും വിളിച്ച് ചർച്ച നടത്തി അതിൻ്റെ പേരിലാണ് ഇത് ഇവിടുന്ന് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത്. അല്ലാതെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് യാതൊരു ഇതും അതിലില്ല. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് തടയണ ഇവിടുന്ന് മാറ്റാൻ തീരുമാനിച്ചത് ഇപ്പോഴത്തെ ഭരണസമിതി. പിന്നെ പ്രസിഡന്റിൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു ഏതോ മറ്റേ പൊതോത്ത് മലമക്കുള്ള വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ് കാഞ്ഞരായി കടവിൽ തടയണ കെട്ടണത് എന്നുള്ളത്. ഈ പറയുന്ന സ്ഥലം 1.5 കിലോമീറ്റർ വ്യത്യാസത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ തടയണ കെട്ടിയിട്ട് ഈ പൊതോത്ത് മലമൊക്കെ എങ്ങനെ വെള്ളം അടിക്കുക എന്നുള്ളത് പ്രസിഡന്റ് ആദ്യം ഇവിടെ നിന്ന് വന്നിട്ട് നോക്കിയിട്ട് മുന്നത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല മുന്നത്തെ പ്രസിഡന്റ് ഹനീഫ അയാൾ വന്നിട്ട് ഇവിടെ നിന്ന് ആദ്യം നോക്കി, ആദ്യം ഇവിടെ നിന്ന് പഠിച്ചട്ടെ. പിന്നെ ഇതിൻ്റെ ഈ സംഭവം ഇവിടെ നടത്തുമ്പോൾ കൃഷിഭവനത്തെ ഓഫീസർമാരായിട്ടോ ഒരാളായിട്ടോ ഇവരാരും ഒന്നും ചെയ്താൽ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് ഇതിവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിൽ ഇവർ ഇറങ്ങി വന്നത്. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.